ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറാണ് നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കറൻറ്റ് സ്റ്റേറ്റസ് പലരുടെയും പലതായിരിക്കാം. ചിലവർ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഒരുമിച്ച് പോകുന്നവരായിരിക്കാം, ചിലവർ നോ കോണ്ടാക്റ്റിലായിരിക്കാം, ലെസ് കോണ്ടാക്റ്റിൽ പോയവരുണ്ടാവാം, അല്ലെങ്കിൽ തീർത്തും അകന്നു രണ്ട് വ്യക്തികളായി മാറി അങ്ങനെയുള്ളവരുണ്ടാവാം. അപ്പോൾ എങ്ങനെയുള്ള സ്റ്റേറ്റസിലാണ് ഇപ്പോൾ നിങ്ങൾ പോകുന്നതെങ്കിലും ഈ ഒരു ബന്ധത്തിൻ്റെ ഭാവി എങ്ങനെയാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഈ ഒരു പേഴ്സൺ കൂടെ ഉണ്ടാവുമോ അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ, ഒരുമിച്ച് ഉണ്ടാവാത്ത സിറ്റുവേഷൻ വരുമോ എന്നുള്ളത് നമുക്കിവിടെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണോ ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയാം. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ആലോചിക്കുക, അവരുടെ പേര് വിചാരിക്കുക, ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം. ഇവിടെ അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പം ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ പറയാനായിട്ട് സാധിക്കും, നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഇത് ഒരേ പാറ്റേണിൽ പോയിട്ടില്ല. ചില സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ഹൈ ലെവലിലേക്ക് പോയിട്ടുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ പരസ്പരം അത്രയും സ്നേഹത്തോടെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ചില സമയം നോക്കുമ്പോൾ അത്രയും ഒരു ഡൗൺഫോളിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് അതുപോലെ ഒരു പാറ്റേണിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ ഈ ഒരു പേഴ്സണെ കുറിച്ച് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് ഈ വ്യക്തി വളരെ പാവമാണ്. ചിലപ്പോൾ നിങ്ങളെക്കാളും പാവമായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവാം. ഞാനാണ് അവരെക്കാളും കുറച്ചും കൂടി ബോൾഡായിട്ട് നിൽക്കുന്നത്, അവരൊരു കഥയില്ലാത്ത വ്യക്തി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അങ്ങനെയുള്ളൊരു പേഴ്സണാണ് എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങളിപ്പോൾ പോലും ചിന്തിക്കുന്നത്. ആ ഒരു രീതിയിലായിരിക്കണം. അത് മാത്രമല്ല, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കീ എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലായിരിക്കണം. അപ്പോൾ ചിലപ്പോൾ നമ്മളൊരു ഈ ഒരു പേഴ്സണെ നിങ്ങൾ കാണുന്നത് നമ്മൾ ടീച്ചർ സ്റ്റുഡൻ്റ് എന്നൊക്കെ പറയുന്നത് പോലെ കുറച്ച് ജീവിതത്തെക്കുറിച്ച് അത്രയധികം സീരിയസ് ആയിട്ടൊന്നും കാണാതെ പോകുന്ന പോലെ പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സണാണ്. അത്രയും റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാനായിട്ട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളായിരിക്കാം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നെക്സ്റ്റ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതൊക്കെ നിങ്ങളായിരിക്കണം. അപ്പോൾ നിങ്ങൾ പറയുന്നത് അവർ പല സമയങ്ങളിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അവർ ചിലപ്പോൾ അതിന് പ്രത്യേകിച്ച് ഈഗോ ഒന്നും കാണിച്ചിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സത്യത്തിൽ നിങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കടന്നു വന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ഇത്. ഇതിപ്പോൾ ഒരു മാരീഡ് ലൈഫ് ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളാണെന്നുണ്ടെങ്കിലും, എങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ഒരു പ്ലാൻ ചെയ്യാതെ അങ്ങനെ വന്നിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. അത് മാത്രമല്ല, ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളിപ്പോൾ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് ആലോചിച്ച് ഡിസിഷൻ എടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയോട് ചിലപ്പോൾ ഒരു നോ പറയാൻ, അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്നേഹമോ കാര്യങ്ങളോ തള്ളി മാറ്റാനായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ വേറെ പല വ്യക്തികളും ചിലപ്പോൾ നിങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ അവരോടൊന്നും ഇല്ലാത്ത എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു നോ പറയാനായിട്ട് ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവണം എന്നില്ല. കാരണം അത്രത്തോളം നിങ്ങളുടെ മൈൻഡിനകത്ത് കയറി പറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറവുകളുണ്ടാവാം, ചിലപ്പോൾ ചില സ്വഭാവത്തിൽ പോരായ്മകളുണ്ടാവാം. എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്കതൊരു പ്രശ്നമല്ല. കാരണം നിങ്ങളുടെ കണ്ണിൽ നിങ്ങളുടെ ഒരു റൈറ്റ് ചോയ്സ്, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണാണ്. ഇവർക്ക് പകരമായിട്ട് വേറെ ആര് കയറി വന്നു, അല്ലെങ്കിൽ ഇതിനേക്കാളും ക്വാളിറ്റിയുള്ള സ്വഭാവമുള്ളൊരു പേഴ്സൺ കയറി വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ അവരുമായിട്ട് ഒത്തുപോകാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ഇവരുടെ ഒരു ഇന്നസെൻസ് നിങ്ങളെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റാർക്കും ഇല്ലാത്ത ഒരു സ്പെഷ്യാലിറ്റി നിങ്ങളുടെ കണ്ണിൽ ഈ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയും പ്രഷ്യസ് ആയിട്ട് ഈ ഒരു വ്യക്തിയെയും ഇവരുടെ ഒരു റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ സ്പ്രെഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങളുടെ ഒരു ഫുൾ ഫോക്കസ് എപ്പോഴും ഇതിനകത്താണ്. നിങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം, ജോലി ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയായിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും എപ്പോഴും ഫോക്കസ് ഈ ഒരു പേഴ്സണിലുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട്. അത്രത്തോളം നിങ്ങൾ അറ്റൻഷൻ കൊടുത്തത് കൊണ്ടുവരികയാണ്. കാരണം നിങ്ങൾക്കിതൊരിക്കലും വിട്ടുകളയാൻ സാധിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ അതിന് മുൻപൊന്നും നിങ്ങൾക്ക് അറിയാതിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ആലോചിച്ചൊക്കെ ഒരു ഡിസിഷൻ എടുക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്. ഏത് റിസ്ക്കും നിങ്ങൾ ഏറ്റെടുക്കും, ഏതറ്റം വരെയും പോകാനും നിങ്ങൾ റെഡിയാണ്. അല്ലെങ്കിൽ അതുവരെ നിങ്ങൾക്ക് ഇല്ലാത്ത ധൈര്യവും കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത്രയും ഒരു ഗഡ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ മുൻപിൻ നോക്കാതെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്, അല്ലെങ്കിൽ ഏതറ്റം വരെയും പോകാനായിട്ട് നിങ്ങൾ റെഡിയാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സുഖകരമായിട്ടുള്ള ഓർമ്മകൾ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പേഴ്സൻ്റെ സ്നേഹം അത്രത്തോളം ഒരു ഇൻറ്റൻസിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദുഃഖങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റേറ്റസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകാനായിട്ട് അവരെക്കാളും കൂടുതൽ ഇതിനകത്ത് ഇൻപുട്ട് ഇട്ടിരിക്കുന്നത് നിങ്ങളാണ്. കാരണം ഇതിൻ്റെ ആ ഒരു ലെവൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു പീക്കിലേക്കൊക്കെ പോയിരിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങളുടെ ഒരു ആഗ്രഹമാണ്. സോ അത് ഏത് വിധേനയും ആ ഒരു രീതിയിൽ തന്നെ ഒരു കോട്ടം തട്ടാതെ പോകാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ നാരായണത്തുരാന്തൻ്റെ കാര്യം പറയില്ലേ, അതായത് കല്ലുരുട്ടി മലയുടെ മുകളിൽ കൊണ്ട് കയറ്റി വയ്ക്കും, എന്നിട്ട് അത്രയും കഷ്ടപ്പെട്ട് കയറ്റി ആ ഒരു കല്ല് കുറച്ച് കഴിയുമ്പോൾ തള്ളി താഴെയിടും. അതുപോലെ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ്. അതായത് നിങ്ങളൊരു കണക്കിന് മെയിൻറ്റെയിൻ ചെയ്ത്, അല്ലെങ്കിൽ അത്രയും ഒരു ഹൈ ലെവലിലേക്ക് ഇത് കൊണ്ടുവന്ന് നല്ല രീതിയിൽ ഇത് പോകാനായിട്ട് തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് നേരെ തന്നെ ഇത് താഴേക്ക് വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഗ്രാഫ് ഇതിനകത്ത് കാണുന്നത് തന്നെ അതുകൊണ്ടാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊന്ന് ആ ഒരു സ്റ്റെഡിനെസ്സിൽ പോകാനായിട്ട് പലപ്പോഴും കഴിയാറില്ല. അപ്പോൾ അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പലപ്പോഴും ഇതിനകത്തുള്ള മറ്റുള്ള ആളുകളുടെ ഒരു എൻറ്ററിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് തീർച്ചയായിട്ടും മറ്റുള്ള ആൾക്കാരുടെ ഒരു കൈകടത്തൽ. അത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നുള്ള പ്രഷറായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും മറ്റുള്ള ആളുകളുടെ ഇൻഫ്ലുവൻസും കൂടി വരുമ്പോഴത്തേക്കും സമാധാനത്തോടെ പോകേണ്ടിയിരിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് താഴെ പോകും. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലൊക്കെ ഇരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും നല്ല രീതിയിൽ അത് പോകുന്നുണ്ടല്ലോ, ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോയാൽ മതി. പക്ഷേ അങ്ങനെ നിങ്ങൾ വിചാരിക്കുമ്പോഴത്തേക്കും നെക്സ്റ്റ് ഒരു പ്രശ്നം ഇതിനകത്ത് വരും, വീണ്ടും പ്രശ്നങ്ങൾ വരും, നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റാത്ത സിറ്റുവേഷൻസ് കാര്യങ്ങളും വരും. ആ ഒരു രീതിയിലാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തിൻ്റെ പേരിലാണ് അകൽച്ച ഉണ്ടാകുന്നതെങ്കിലും നിങ്ങളില്ലാത്തൊരു ലൈഫ് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർക്കും വലിയ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അവർക്കും കുറച്ച് വിഷമകരമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് ആ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളിവിടെയുള്ള ഒരു കറൻറ്റ് എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഈ ഒരു പേഴ്സണായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുടെ പേരിൽ ഒരു സെപ്പറേഷനിൽ നിൽക്കുകയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സെപ്പറേഷൻ കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും റീജോയിനിങ് ആയിട്ടുണ്ടാവാം. പക്ഷേ അങ്ങനെ റീജോയിനിങ് ആയിട്ട് പഴയതുപോലെ ആ ഒരു ടേംസിൽ, അതായത് നിങ്ങൾ ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല, വീണ്ടും ഒന്ന് ഡൗൺഫോൾ ആയിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പും വിട്ട് മറ്റൊരു കളിയില്ല. എപ്പോഴും ഇതിൻ്റെ ഒരു എനർജി, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ, ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുമ്പോൾ അനാവശ്യമായിട്ട് സ്ട്രെസ്ഡ് ആവുക, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഹെൽത്തിനെ തന്നെ ചിലപ്പോൾ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ആ ഒരു രീതിയിൽ നിങ്ങൾ ഇതിനകത്ത് ഓവറായിട്ട് ഇൻവോൾവ് ആവുന്നു. നമുക്ക് എല്ലാ കാര്യത്തിനകത്തും ഒരു ഇൻവോൾവ്മെൻറ്റ് വേണം തീർച്ചയായിട്ടും. നമ്മുടെ ബന്ധങ്ങളിലാണെന്നുണ്ടെങ്കിലും, നമ്മുടെ ജോലിയിലാണെന്നുണ്ടെങ്കിലും, നമ്മുടെ കുടുംബത്തിലാണെന്നുണ്ടെങ്കിലും എല്ലാം വേണം. പക്ഷേ എല്ലാം ഒരു ലിമിറ്റ് വിട്ട് കഴിഞ്ഞ് അത് പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ദോഷം ചെയ്യുമെന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു ബന്ധത്തിൻ്റെ അവസ്ഥ. അതായത് നിങ്ങൾ അത്രത്തോളം ഇതിനകത്ത് ചുറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരിക്കലും പുറത്തു കിടക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ പല പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങൾക്കിടയിലേക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വരുമ്പോഴോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു പെരുമാറ്റമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ വിചാരിക്കും ഇതെനിക്കൊന്ന് നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ഇത്രയും ഞാൻ ഇതിനകത്ത് അഡിക്റ്റഡ് ആവാൻ പാടില്ല എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കും. പക്ഷേ നിങ്ങളെ കൊണ്ട് അതിന് കഴിയാറില്ല. നിങ്ങളപ്പം തന്നെ വീണ്ടും ഇതിനകത്തേക്ക് കൂപ്പുകുത്തി വീഴുക എന്ന് പറയുന്ന പോലെ ആ ഒരു രീതിനകത്തേക്ക് നിങ്ങൾ ഇതിനകത്ത് പോകും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ചിന്തിച്ച് കൂട്ടാത്ത ടൈപ്പ് ഓഫ് എനർജിയാണ്. അതുപോലെ തന്നെ വളരെയധികം സ്വാതന്ത്ര്യം ഇഷ്ടപ്പെട്ട് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ, കൂടുതൽ പ്ലാനിംഗ് ഒന്നും ചെയ്യാതെ മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്ന ടൈപ്പ് ഓഫ് എനർജിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയോ, അല്ലെങ്കിൽ എപ്പോഴും നമ്മളുടെ പരിധിയിൽ നിൽക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ പലവിധ പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്തും കാണുന്നത്. ഇനിയിപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് കൂടുതലും നിങ്ങൾക്ക് വിധേയരായി തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു തേർഡ് പാർട്ടിയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഇത് പലപ്പോഴും താഴെ പോകുന്നത് പോലും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിൻ്റെ ഒരു കളിയാണെന്ന് പറയാം. അതായത് നമ്മൾ ചില കാര്യങ്ങളിൽ വല്ലാതെ അങ്ങോട്ട് അഡിക്റ്റായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്കതില്ലാതെ പറ്റില്ല, നമ്മൾ മദ്യത്തിനും അല്ലെങ്കിൽ ഡ്രഗ്സിനകത്തൊക്കെ അഡിക്റ്റ് ആവുന്നത് പോലെ ഇതില്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു രീതി വരുമ്പോഴത്തേക്കും നമുക്ക് യൂണിവേഴ്സായിട്ട് തന്നെ ചിലപ്പോൾ
അതിനൊരു അറുതി വരുത്താൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മളുടെ ബന്ധത്തിലായാലും എവിടെയാണെന്നുണ്ടെങ്കിലും അതിനൊരു തിരിച്ചടി പോലെ നമുക്ക് തരാറുണ്ട്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതലായിട്ട് ഒരുപാട് വിഷമഘട്ടങ്ങളും അതുപോലെ തന്നെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ തന്നെയായിരിക്കും കൂടുതലും ഉണ്ടായിട്ടുണ്ടാവുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു നല്ല ഓർമ്മകൾ, അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ വിട്ടുകളയാൻ പറ്റാത്തൊരു മനസ്സ്, അതാണ് നിങ്ങളെ ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഇനി അതുപോലെ തന്നെ കുറച്ചെങ്കിലും നിങ്ങൾ ഒരു മനോധൈര്യത്തോടു കൂടി ഒന്ന് പതിയെ പിൻവലിയാം, അല്ലെങ്കിൽ ഞാനായിട്ടൊന്ന് മാറി നിൽക്കാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സണോട് നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 24 മണിക്കൂർ, അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് മിണ്ടിയില്ലെങ്കിൽ വല്ലാത്തൊരു സഫക്കേഷൻ അനുഭവപ്പെടുമായിരിക്കും. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് മിണ്ടിയാൽ മതി, ഇനി വഴക്ക് കൂടിയാലും വേണ്ടിയില്ല, ഒന്ന് സംസാരിച്ച് കിട്ടിയാൽ മതി എന്നുള്ള ഒരു എനർജിയിലായിരിക്കാം. പക്ഷേ നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്ത് ഒന്ന് ബലം പിടിച്ചൊക്കെ നിൽക്കുകയാണ്, കുറച്ചൊന്ന് മിണ്ടാതെയൊക്കെ നിൽക്കാം, അല്ലെങ്കിൽ ഞാനായിട്ടൊന്ന് അത്രയും ഇതിനകത്ത് ഫേസ് കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ വന്നിട്ട് വീണ്ടും നിങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കർമ്മ റിലേറ്റഡ് റിലേഷൻഷിപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള കർമ്മ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും ഇവരിൽ നിന്ന് അനുഭവിക്കാനും ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം നിങ്ങളുടെ ലൈഫിലേക്ക് പല കാര്യങ്ങൾ കടന്നു വരാനും നഷ്ടപ്പെടാനും ഒക്കെ സാധ്യതയുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു രീതി അനുസരിച്ച് ഒരിക്കലും ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുപോകില്ല. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, ഈ ഒരു ബന്ധം നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ശേഷം ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിരുന്നവർ ശത്രുക്കളായിട്ടുണ്ടാവാം, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പുതിയ ശത്രുക്കൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ ഇതുമൂലം നിങ്ങൾ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, ഒരുപാട് സ്ട്രെസ്സ്, ടെൻഷൻ, ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ലൈഫിൽ ഇത്രത്തോളം എനർജി വേസ്റ്റ് ആക്കുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിച്ച് ഇങ്ങനെയും ഒരു ലൈഫിലൊരു മുഖമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേഴ്സണെ സ്നേഹിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവുക, എല്ലാം ഇതുമൂലം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനിടയ്ക്ക് നമ്മളിത് ഓൺ ആൻഡ് ഓഫ് പോലെ പോകുന്നുണ്ട്, ചില സമയത്ത് ഒരു എക്സ്ട്രീമിലേക്ക് പോകുന്നുണ്ട്, താഴ്ചയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതെല്ലാം പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത രീതിയിൽ, അതായത് ഈ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ മിണ്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ സഫോക്കേഷൻ അനുഭവിക്കുമെന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു ബന്ധത്തിൽ നിന്ന് രണ്ട് പേർക്കും ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ, അല്ലെങ്കിൽ പരസ്പരം അന്യരായിട്ട്, ഇത്രയും സ്നേഹത്തോടെ ഇരുന്ന രണ്ട് വ്യക്തികൾ തീർത്തും അന്യ വ്യക്തികളെ പോലെ മാറിപ്പോവാനുള്ള സാഹചര്യവും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചിലവർക്ക് ആ ഒരു പീരീഡ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവാം, ചിലവർക്ക് അത് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം, ആ ഒരു പീരീഡിലൂടെ ആയിരിക്കാം നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ചിലവർക്ക് അത് വരാൻ പോകുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കുമല്ലോ, ഇത് നിങ്ങളുടെ എനർജി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാലഘട്ടം അനുഭവിച്ചു കഴിഞ്ഞോ, അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണോ? ഇത്രയും സ്നേഹത്തോടെ പോയിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊന്നിനും കൊടുക്കാത്തൊരു ഫോക്കസും കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തീർത്തും ഒരു അന്യരായിട്ട് നിങ്ങൾക്ക് മാറി നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് മാറി നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത്. അതായത് ഇത്രയും നിങ്ങൾ മനസ്സിൽ സ്ഥാനം കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഇവരില്ലാതെ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ഈ ഒരു വ്യക്തി ഇല്ലാതെയും നിങ്ങൾക്ക് ജീവിക്കേണ്ടതായിട്ട് വരും. അതായത് ആ ഒരു പീരീഡും നിങ്ങൾക്ക് ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ഒരു അഡിക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറി നിങ്ങളുടെ ആ ഒരു എന്താ പറയുന്നത്, ഇതിലേക്കുള്ള ആ ഒരു എനർജി നിങ്ങൾ റിലീസ് ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആവാനായിട്ട്, ഒന്ന് ഹീൽ ആവാനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഏറ്റവും ഒരു ടഫസ്റ്റ് പീരീഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ക്രോസ് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ആ ഒരു സിറ്റുവേഷൻ അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവും. ഇപ്പോൾ നേരത്തെ അനുഭവിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ക്രോസ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ അതിൻ്റെ ഒരു തീവ്രത നിങ്ങളിൽ നിന്ന് പതിയെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. പക്ഷേ നമ്മളിപ്പോൾ കറൻ്റ്ലി അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി അത് മനസ്സിലാക്കാൻ സാധിക്കും എത്ര പെയിൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പെയിൻഫുൾ ജേർണി ക്രോസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു ബന്ധം ഇവിടം കൊണ്ട് തന്നെ അവസാനിച്ചു, ഇനി ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി ഒരിക്കലും മുന്നോട്ട് പോവില്ല, പഴയതുപോലെ ആവില്ല എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവാം. കാരണം നിങ്ങൾക്ക് അത്രയും ഒരു മാനസിക സമ്മർദ്ദം ഉള്ളതുകൊണ്ടും പിന്നെ ഒന്നും ശരിയാവുന്നില്ല, എല്ലാ കാര്യങ്ങളും ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നു, ഒന്നും വിചാരിച്ചവിടത്ത് എത്തുന്നില്ല. പിന്നെ അത്രയും നിങ്ങളെ സ്നേഹിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് നിന്ന ഒരു പേഴ്സണിൽ നിന്നൊരു വ്യത്യസ്ത സ്വഭാവം ഉണ്ടാവുക, പെട്ടെന്ന് അവരുടെ ഒരു ക്യാരക്ടർ ചേഞ്ച് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ്, ഒരു കാലത്ത് ഈ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ ജീവിക്കാനേ സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന വ്യക്തിയാണ് നിങ്ങൾ. എങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ എല്ലാ കോൺഫിഡൻസും പോയിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ മുതൽ ഒരേ ലെവലിലേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ബന്ധമാണ്.
അതായത് ഇതിനകത്ത് ഇത്രയും നാളും അല്ലെങ്കിൽ അതിപ്പോൾ നിങ്ങളുടെ ഒരു ടൈം പീരീഡ് അനുസരിച്ച് പലർക്കും പലതായിരിക്കും, എങ്കിൽ പോലും ഒരു അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ടാവുക. നിങ്ങളിത് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാക്സിമം സ്ട്രഗിൾ ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റുന്നതിൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ്ലി കൺട്രോൾ പോയിട്ട് താഴെ പോകുന്നൊരവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ആരുമല്ലാതെ അന്യരായിട്ട് രണ്ടും പരസ്പരം പരിചയം പോലും ഇല്ലാത്ത രണ്ട് വ്യക്തികളായിട്ട് മാറിപ്പോകേണ്ടുന്നൊരവസ്ഥ. ഇതിനെല്ലാം ശേഷം നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു ഒത്തൊരുമയിൽ വരുമ്പോൾ അത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ ഒരുപാട് കഷ്ടപ്പാടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പെയിൻഫുള്ളായിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിന് ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ എനർജി ഇടുന്നത്, അല്ലെങ്കിൽ അത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് വേണമെന്ന് വാശി പിടിക്കുന്നത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ അതിന് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റീഡിംഗ് കൂടുതലും റെസണേറ്റ് ആവാൻ സാധ്യതയുള്ളത് ഒരു മിഡിൽ ഏജ്ഡൊക്കെ ആയിട്ടുള്ള പേഴ്സൺസിനായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 30+ അല്ലെങ്കിൽ 35+ അങ്ങനെയൊക്കെ ആ ഒരു ഏജിൽ കാറ്റഗറിയിലുള്ളവരായിരിക്കും. ഒന്നല്ലെങ്കിൽ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടുപേരും അതിന് മുകളിലോട്ടുള്ളവരൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കാണ് ഇതിനകത്ത് കൂടുതൽ റെസണേറ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് കുറച്ചധികം നാൾ ഈ പറയുന്നത് പോലെ നിങ്ങളൊന്ന് വട്ടം കറക്കുന്ന, നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവർക്കുണ്ടാവുന്ന അനുഭവം വേറെ തരത്തിലായിരിക്കും, നിങ്ങൾക്കുണ്ടാവുന്ന ഫീലിംഗ് വേറെ തരത്തിലായിരിക്കും. എങ്കിലും രണ്ടു പേർക്കും പരസ്പരം ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഒരുപാട് സ്നേഹവും വിഷമവും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണത്. അതായത് ഈ ഒരു ബന്ധത്തിൻ്റെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇതിന് ഇനിയൊരു ഫ്യൂച്ചർ തന്നെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇതിവിടം കൊണ്ടെല്ലാം അവസാനിച്ചു എന്ന് വരെ തോന്നുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും, ഇതൊരു സേഫ് സോണിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇടക്കാലത്തൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വരിക, മറ്റുള്ളവരുടെ ഇടപെടൽ ഉണ്ടാവുക, തേർഡ് പാർട്ടീസ് വരിക, അങ്ങനെ എന്ത് കാരണം കൊണ്ടാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്ക് അതിന് തേർഡ് പാർട്ടീസിനെയൊക്കെ ബ്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആ ഒരു തരത്തിലാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒരു പഠിക്കാനുള്ള അല്ലെങ്കിൽ ഒരു ജേണി പോലെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആളുകളെല്ലാം ഇതിനകത്ത് വേണം. എങ്കിൽ മാത്രമേ ഇതെല്ലാം നിങ്ങളുടെ ഒരു ബന്ധത്തിനകത്ത് ഉണ്ടാവുള്ളൂ. അത്രയും തീവ്രമായിട്ട് വന്ന ഒരു ബന്ധം, അല്ലെങ്കിൽ അവരില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് അവരില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നിടത്തേക്ക് മാറേണ്ടുന്നൊരു സാഹചര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു അൺവാണ്ടഡ് എനർജി നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു പീരീഡിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇപ്പോഴും ആ ഒരു പീരീഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവില്ല. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഒരു സേഫ് സോണിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഒരു പേഴ്സണിൽ നിന്ന് അകന്ന് പോകേണ്ടുന്നൊരവസ്ഥയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട അവസ്ഥയൊന്നും നിങ്ങളുടെ ലൈഫിനകത്ത് ഉണ്ടാവില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വേറെ പ്രശ്നങ്ങളില്ലാതെ ഇതിങ്ങനെ പോകുന്നു എന്നുള്ളതല്ല. പക്ഷെ ഒരിക്കലും നിങ്ങളെ തമ്മിൽ അകറ്റാനോ അല്ലെങ്കിൽ ഇതിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിലേക്ക് വരാൻ മറ്റൊരു വ്യക്തിയുടെ കൈകടത്തലൊന്നും ഇതിനകത്തില്ലാതെ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതായത് നിങ്ങളുടെ പേഴ്സണെ മറ്റ് അവകാശികളില്ലാതെ നിങ്ങൾക്കായിട്ട് മാത്രം കിട്ടുമെന്നുള്ളതാണ്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടാകുമ്പോൾ അവർ എത്രത്തോളം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അറ്റാച്ച്ഡ് ആവുന്നോ അത്രത്തോളം പറിച്ചുകൊണ്ട് പോകാൻ നോക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ശല്യപ്പെടുത്തിയിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിച്ച കാര്യങ്ങളെല്ലാം മാറിപ്പോവും എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളുടേത് ഇപ്പോൾ ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം ടിൽ എൻഡ് നമ്മൾ പറയുന്നത് പോലെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന ഒരു വ്യക്തി തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകേണ്ടുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു സമാധാനത്തിൻ്റെ ഒരു കാലഘട്ടം, ഇത്ര നാളും ഒരു അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുന്ന രീതിയിൽ പോയിരുന്നതാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം വളരെ സമാന്തരമായിട്ട് ശാന്തമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു അന്തരീക്ഷം. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഓവർ ടെൻസ്ഡ് ആവാതെ അല്ലെങ്കിൽ ഇത് തന്നെ ആലോചിച്ച് വിഷമിക്കാതെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന നിങ്ങൾക്ക് തന്നെ വിശ്വാസം വരുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ഈ ഒരു പേഴ്സണുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ നിങ്ങൾ മാറി നിൽക്കുകയാണ്, ഒരു കോൺടാക്റ്റും ഇല്ല, അല്ലെങ്കിൽ തീർത്തും അന്യരെ പോലെയൊക്കെ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വളരെ എന്താ പറയുക അതിശയം തോന്നുന്നുണ്ടാവും. ഇതുപോലെയുള്ള ഒരു സേഫ് ആയിട്ടുള്ളൊരു ലൈഫ് ഈ ഒരു പേഴ്സണ് മൊത്തം നിങ്ങൾക്ക് ഉണ്ടാവുമോ, അല്ലെങ്കിൽ അത്രയും സന്തോഷം എൻ്റെ ലൈഫിൽ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും യൂണിവേഴ്സിൻ്റെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസണേറ്റ് ആയി എന്നുള്ളത് അറിയില്ല. റെസണേറ്റ് ആവുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. നിങ്ങളുടെ ഒരു റെസണേറ്റിംഗ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് നവംബർ മന്താണ്. നമ്പർ 14,
Number 10. Number 12. Letter C. Letter B. Leo zodiac sign. Kollam district. Vishagam Nakshatram. Number 16. March month. Letter K. Scorpio zodiac sign. Malappuram district. Letter T. January month. September month. Attam Nakshatram. Number 30 ആണ്. Letter F. Number 3. Letter A. Rohini Nakshatram. And finally letter S. സോ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഇതിനകത്ത് വന്നിട്ടുള്ള എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്യൂച്ചറിൽ അത്രത്തോളം സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന ഒരു റീഡിംഗ് ആണ് നമുക്കിന്ന് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. 101% നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റിയ ഒരു റീഡിംഗ് തന്നെയാണ്. അതോടൊപ്പം തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്കിത് കൊണ്ടുവന്ന് തരും എന്നുള്ളതിനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പോലെ യൂണിവേഴ്സിനോട് നിങ്ങൾ താങ്ക്സ് പറയാം. ആ രീതിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.